Welcome to Complementary Electronics, Semester 1, Class number 2, for BSc Physics Main students. BSc Physics Main സ്റ്റുഡൻസിൻ്റെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് സെമിസ്റ്റർ 1-ൻ്റെ രണ്ടാമത്തെ ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രിക് വർക്ക് ആൻഡ് പവർ ഡിസ്കസ് ചെയ്യും. ഇലക്ട്രിക് വർക്ക് ആൻഡ് പവർ ഇൻ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ്, സർക്യൂട്ട് ഫണ്ടമെൻ്റൽസ്. So work and power. What is electric work and electric power? Work done by the circuit in a work done by the current in a circuit of resistance R for a time T is given by W is equal to I squared RT. നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതായത് ഐ കറണ്ട് ആ റെസിസ്റ്റൻസിലൂടെ ടി സെക്കൻഡ് നേരെ കടന്നു പോയാൽ അവിടെയുള്ള വർക്ക് ഡൺ ഐ സ്ക്വയർഡ് ആർ ടി ജൂളാണ്. ജൂൾ വേർ ജൂൾ ഈസ് ദി യൂണിറ്റ് ഓഫ് ഹീറ്റ്. ഈ ഐ ആർ എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ ഐ സ്ക്വയർഡ് ആറിനെ നമുക്ക് ഐ ആർ ഇൻറ്റു ഐ എന്ന് പറയാം. അപ്പോൾ ഇവിടെ വർക്കിനെ നമുക്ക് വി ഐ ടി എന്ന് പറയാം. അതിനെ വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് 3 തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ഐ സ്ക്വയർഡ് ആർ ടി, രണ്ടാമത്തെ വി ഐ ടി, മൂന്നാമത്തെ വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി. ഇതാണ് ഇലക്ട്രിക് വർക്ക്. ഇലക്ട്രിക് വർക്ക് അളക്കുന്നത് ജൂളിലാണ്. ഇനി അടുത്തപ്പോൾ യൂണിറ്റ് ജൂൾ. ഇനി ഇലക്ട്രിക് പവർ എന്താണ്? പവർ നമുക്ക് ഡൈനാമിക്സിൽ പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് വർക്ക് ബൈ ടൈമാണ്. ഇവിടെ തന്നെ അപ്പോൾ ഐ സ്ക്വയർഡ് ആർ ടി ബൈ ടി, ടി ക്യാൻസൽ ചെയ്യുമ്പോൾ പവർ പി ഈസ് ഐ സ്ക്വയർ ആർ ഈക്വൽ ടു വി ഐ ഓർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പവറും നമുക്ക് 3 തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. വി ക്യാൻ ഓൾസോ എക്സ്പ്രസ് പവർ ഇൻ 3 ഫോം. ദാറ്റ് ഈസ് പവർ ഈസ് ഐ സ്ക്വയർഡ് ആർ, പവർ ഈസ് വി ഐ, പവർ ഈസ് വി സ്ക്വയർ ബൈ ആർ. ദ യൂണിറ്റ് ഈസ് ജൂൾസ് പെർ സെക്കൻഡ് വിച്ച് ഈസ് കോൾഡ് വാട്ട്. സോ what is the unit of power? Unit of power is watt. 1 kilowatt is 1000 watt. And there is a practical unit of power which is called kilowatt hour. Kilowatt hour. Electrical work is called electrical work is also called electrical energy. The conventional unit of electrical energy is kilowatt hour, kWh. 1 kWh, kilowatt hour. Kilowatt hour is 3.6 into 10 raised to 5 joule. 3.6 into 10 raised to 5 joule. That is the equivalent term, 1 kilowatt hour when converted into joule. And next question, calculate the power. That is power rating. Power rating എന്ന് പറയും. Calculate the power of a resistor of 100 ohm carrying a current of 0.1 ampere. ഒരു 0.1 ആംപിയർ കറണ്ടാണ്. 0.15 കേട്ടോ, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. 0.15 ആംപിയർ കറണ്ടാണ്. അതിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് 100 ഓമിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ പി ഇസ് ഐ സ്ക്വയർഡ് ആർ, ദാറ്റ് ഈസ് 0.15 സ്ക്വയർ ഇൻറ്റു 100, ദാറ്റ് ഈസ് 2.25 വാട്ട്. അവിടെ 2.25 ചേർക്കണം. 2.25 നേടണം, വാട്ട് നേടണം. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹീറ്റർ ഓഫ് 40 ohm. A heater coil of 40 ohm is used to boil 2 kg of water. The voltage applied is 220 volt. Initial temperature is 30 degrees Celsius. Calculate the പൊട്ടൻഷ്യൽ റിക്വയർഡ് ആണ്. പൊട്ടൻഷ്യൽ ആയിരിക്കണം. വോൾട്ടേജ് അപ്ലൈഡ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ആണ്. കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ടൈമാണ് കേട്ടോ. അപ്പോൾ ആ കണക്ക് ഞാനിവിടെ ചെയ്തിട്ടില്ല. അത്യാവശ്യം ഹിൻറ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി വി സ്ക്വയർ ബൈ ആറിന് ടി എഴുതിയാൽ മതി. കാരണം ഇവിടെ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വി ഉള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ടി ഈസ് ഇക്വൽ എം സി ഡി ടി. ഡി ടി ഇസ് ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ. വി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 220. ആർ എന്നുള്ള ആർ എത്രയാണ്? 40 ohm. ടി കാരണം എം എന്നുള്ളത് വാട്ടർ 2 kg. സി വാട്ടറിൻ്റെ അറിയാം 40 to 100. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അത് 40 to 100 ജൂൾ കെ ജി റേസ് ടു -1 കെ റേസ് ടു -1 ആണ്. അത് കൊടുക്കണം. പിന്നെ ആ ഡി ടി വെള്ളം തിളക്കുകയാണ്. അപ്പോൾ വെള്ളം ഇനിഷ്യൽ ടെമ്പറേച്ചർ 30 ആണ്. വാട്ടർ ടെമ്പറേച്ചർ 30. ഇറ്റ് ഈസ്
heated to 100 because water boils at 100 degrees Celsius. So rise of temperature is 100 minus 30, which is 70. So when you substitute and calculate, we get the value of time. ഇനി അടുത്തെന്ന് പറയുന്നത് സെൽ കോമ്പിനേഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെല്ല് സാധാരണ ഒരു ടോർച്ച് സെല്ല് 1.5 വോൾട്ടാണ്. നമുക്ക് സെവറൽ വോൾട്ടേജ് ഒരു 1.5 ഉള്ള സെല്ല് 3 സീരീസിലാണെങ്കിൽ നമുക്ക് 4.5 കിട്ടും, 4.5 വോൾട്ട് കിട്ടും. അപ്പോൾ ഈ സെല്ലുകളിൽ നിന്ന് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നതിന് നമ്മൾ സെല്ലുകളെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനാണ് സെൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. 2 തരം കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ 2-3 തരം. ഒന്ന് സീരീസ്, രണ്ടാമത്തെ പാരൽ, മറ്റേത് സീരീസ് പാരൽ. അപ്പോൾ എല്ലാം നമുക്ക് വിശദമായിട്ട് വേണ്ടത് +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം കാര്യങ്ങൾ മതി ഇവിടെ. ഒന്നാമത്തെ സെൽ കോമ്പിനേഷൻ സീരീസ്. സെൽസ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ സീരീസ് ഓർ ഇൻ പാരൽ. നമ്പർ 1 സീരീസ് കോമ്പിനേഷൻ. ഇവിടെ ഈ ചിത്രത്തിൽ 3 സെല്ലുകൾ സീരീസിൽ കൊടുത്തിരിക്കുകയാണ്. ഇൻ ദ ഫിഗർ 3 cells of EMF E1, E2 and E3 are connected in series. What is the total voltage? Total EMF obtained. In the figure, 3 cells of EMF E1, E2 and E3 are connected in series. The required voltage is E is equal to E1 plus E2 plus E3. That is the combined voltage is sum of the individual voltages. സെൽസ് ഇൻ പാരൽ. ഇവിടെ 3 സെൽസ് പാരൽ കൊടുത്തിരിക്കുകയാണ്. പാരൽ കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ പോസിറ്റീവ് ഒരു പോയിന്റ് എയിൽ കൊടുക്കണം, എല്ലാത്തിൻ്റെ നെഗറ്റീവ് മറ്റൊരു പോയിന്റിൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് നോക്കുക. ഇവിടെ കറണ്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആകെ കറണ്ട്, സർക്യൂട്ടിലെ കറണ്ട്, ഓരോ സെല്ലും അയക്കുന്ന കറണ്ട്. ദ ടോട്ടൽ കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഈസ് സം ഓഫ് ദി കറണ്ട് സെൻഡ് ബൈ ഈച്ച് സെൽ. ഇഫ് I1 is a current by cell E1, I2 by E2 and I3 by E3. Total current is I1 plus I2 plus I3. That is written here. The total current is I1 plus I2 plus I3. Usually the cells are identical. In that case, if the voltage is in parallel, the voltage is equal to voltage of single cell. അപ്പോൾ സെല്ലുകൾ പാരലൽ കൊടുത്താൽ കിട്ടുന്ന വോൾട്ടേജ് അവിടെയുള്ള സെല്ലിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിലെ വോൾട്ടേജ് ആയിരിക്കും. എല്ലാ സെല്ലിലും ഒരേ വോൾട്ടേജ് ആണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതലുള്ള സെല്ലിന് കിട്ടും, അല്ലാതെ ആഡ് ചെയ്യത്തില്ല. ആഡ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ 3 സെല്ല്, ഈ വോൾട്ടുള്ള 3 സെല്ല് സീരീസ് പാരലാണെങ്കിൽ നെറ്റ് വോൾട്ടേജ് ഒരിടത്തിൻ്റെ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ സീരീസിലാണെങ്കിൽ സമായിരിക്കും. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് വെച്ചുള്ള വാട്ട് ഈസ് ദി വോൾട്ടേജ് ആൻഡ് അറ്റ് പോയിന്റ്സ് എ ആൻഡ് ബി ഇൻ ദി സീരീസ് പാരലൽ combination of cells given below. Each cell has a voltage 1.5 volt. ഓരോ സെല്ല് 1.5 വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്താണ് കറണ്ട്, എന്താണ് പോയിന്റ് എയിലെ വോൾട്ടേജ്, ബിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സെല്ല് 1.5 അല്ലേ. അപ്പോൾ ആദ്യത്തത് 3 സീരീസാണ്, 3 പാരലാണ്. അപ്പോൾ അവിടെ 1.5. രണ്ടാമത്തെ 3 പാരലാണ്, 1.5. അപ്പോൾ നെറ്റ് വോൾട്ടേജ് 3 വോൾട്ടാണ്. 3 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ എയിലെ വോൾട്ടേജ് 3 ആയിരിക്കും. ഇത് നോക്കി, ദ സർക്യൂട്ട് ക്യാൻ ബി റീഡ്രോൺ ലൈക്ക് ദിസ്. ഉണ്ടോ? ആ 2 സെല്ലായിട്ട് മാറ്റാം. കാരണം 3 സെല്ല് പാരലാണെങ്കിൽ 1ൻ്റെ വോൾട്ടേജ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1.5 ആണ്. അപ്പോൾ 3 വോൾട്ട് കിട്ടും. എയിലെ വോൾട്ടേജ് 3 ആണ്. നമ്മൾ ഈ നെഗറ്റീവ് ഷാസി ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ബി എന്നുള്ള 0 വോൾട്ടാണ്. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ദി ഫിഗർ ബിലോ. ഈ ചിത്രത്തിൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇവിടെ 18 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്. രണ്ടിൻ്റെയും പോസിറ്റീവ് ഫേസ് ഈച്ച് അതർ. സോ നെറ്റ് വോൾട്ടേജ് ഈസ് ഡിഫറൻസ് 18 minus 12, 6 volt. Resistance is 3, so the current is 2 ampere. So you look here, net voltage, volt V is equal to 18 minus 12, 6. I is V by R, 6 by 3, 2 ampere. Current is for A to B. കൂടുതൽ വോൾട്ടേജ് ഉള്ള എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഒഴുകും. അടുത്ത ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. കാൽക്കുലേറ്റ് ദി കറണ്ട് ഫ്ലോ ത്രൂ ദി PNP ട്രാൻസിസ്റ്റർ ഇൻ ദി സർക്യൂട്ട് ബിലോ. ഇതൊരു PNP ട്രാൻസിസ്റ്റർ കൊടുത്തിരിക്കുകയാണ്. PNP എന്ന് മനസ്സിലാക്കുന്നത് ആ ട്രാൻസിസ്റ്റർ സിമ്പിൾ എമിറ്ററിൽ ആരും കൊടുക്കുമല്ലോ.
To understand the PNPU, remember this, in a transistor, there is an arrow at the emitter, and if the arrow is inward, it is PNP transistor. If the arrow is inward, it is PNP. So in the figure, the PNP transistor is given and extra, and there is a drop of 4 volt across it. Total voltage supplied is 9 volt. We have to find the current through 2 KU. Remember, when 4 volt is dropped across a resistance, the remaining voltage is 5 volt. The resistance is 2, so current is 5 by 2. 5 by 2, that is 2.5. Or drop across 2K, 5 volt, V is 5, R is 2, I is B by R, that is 2.5 milliampere. Here you hear volt by kilo ohm. Volt by kilo ohm is milliampere. Volt by kilo ohm is milliampere. That is why we have written the unit milliampere. That is all with your second class. We continue our topic. Thank you very much.